നിധി കൊച്ചേ, ഇന്നും വരണില്ലേ? ആയമ്മ വന്നു വിളിച്ചു. മിണ്ടാതെ അമ്മയെ നോക്കി. അവൾ ഉണ്ടാവില്ല ചേച്ചി, ഈ പശുക്കുട്ടിയുടെ പിറകെ ഇങ്ങനെ നടക്കും. വരാൻ മടിയാ. സാരില്ല രമണി, അവൾ ഇവിടെ ഉണ്ടെങ്കിൽ രമണിക്കും ഒരു സഹായമല്ലേ. 2 ദിവസം കഴിഞ്ഞു വിട്ടാൽ മതി. ആയമ്മ നടന്നു തുടങ്ങിയപ്പോൾ പോയാലോ എന്ന് തോന്നി. മടി കൊണ്ടല്ല പോവാത്തെ. മാളുവിൻ്റെ ചാട്ടവും കുടിയും അമ്മയുടെ കറവയുമൊക്കെ കണ്ടു നടക്കാൻ അവിടെ പോണേലും കുറച്ചും കൂടി ഇഷ്ടം തോന്നി. നീ കോഴിക്കോട് തുറന്നോ? അയ്യോ മറന്നുപോയി. പോയി കൂട് തുറന്നു. അരി വിതറി കൊടുത്തു. പക്ഷേ കുറുമ്പിക്കൊന്നും വേണ്ടാത്ത മട്ട്. അവൾ എല്ലായിടത്തും എന്തോ തിരിഞ്ഞു നടക്കുകയാണ്. ഇവൾക്ക് എന്താ പറ്റിയാവോ? മുട്ടയിടാനാവും. അമ്മ പഴയൊരു കുട്ടയെടുത്ത് അതിൽ കുറച്ച് കാപ്പിത്തൊണ്ടിട്ട് അതിൽ അവളെ കയറ്റി വെച്ചു. അവൾ ഒന്ന് തിരിഞ്ഞ് ചികഞ്ഞ് വട്ടം കറങ്ങി എഴുന്നേറ്റ് പോയി. പിന്നെയും അവിടെയും ഇവിടെയും പറന്നു കയറി തിരച്ചിൽ തുടങ്ങി. ഒടുവിൽ പുൽക്കൂടിൻ്റെ അറ്റത്ത് കൂടിക്കിടന്ന ഉണക്കപ്പുല്ലുകളുടെ ഇടയിൽ ഒരു സ്ഥലമുണ്ടാക്കി ചികഞ്ഞു കുഴിച്ച് അവിടെ ഒളിച്ചിരുന്നു. തൊട്ടടുത്ത് കറുമ്പൻ കാവലിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കൊക്കി വിളിച്ച് ബഹളം വെച്ചു. ചെന്ന് നോക്കിയപ്പോൾ അവൾ ഇരുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു മുട്ട. കയ്യിലെടുത്തപ്പോൾ നല്ല ചൂട്. അമ്മ അവൾക്ക് സുന്ദരിക്കായി കുതിർത്തി വെച്ച കുറച്ച് പിണ്ണാക്കെടുത്ത് കൊടുത്തു. അവളത് കൊത്തി തിന്നുന്നതിനിടയിലും കൊക്ക കൊക്ക കൊക്കകോ കൊക്ക എന്ന് കരയുന്നുണ്ടായിരുന്നു. മുട്ടയിട്ട വിവരം 4 ആളെ വിളിച്ചറിയിക്കണതാവും. അമ്മ ചിരിച്ചു.